ഇന്ന് നമുക്കൊരു കുടുക്ക ബിരിയാണി കഴിച്ചാലോ? എനിക്ക് ബിരിയാണി എന്ന് പറയുമ്പോഴേ ഓർമ്മ വരുന്നതേ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അയൽവാസിയുടെ വീട്ടിലെ മകളുടെ കല്യാണത്തിന് കഴിച്ച ഒരു മട്ടൻ ബിരിയാണിയുടെയാണ് ഓർമ്മ വരുന്നത്. അത് എനിക്ക് മട്ടൻ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇന്ന് ഞാനിവിടെ ട്രൈ ചെയ്യുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിലാണ് ഞാൻ എക്സ്പെർട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും വീടുകളിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് അവർ ബിരിയാണി പാചകം ചെയ്യുക. അപ്പോൾ വീടിൻ്റെ പുറകിൽ ഈ പാചകം ചെയ്യുന്നത് നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. അതിൻ്റെ അവസാനം അത് ദമ്മിട്ടിട്ട് ദമ്മ് പൊട്ടിക്കുന്നത് കാണാൻ നമ്മൾ വീട്ടിലെ ഞങ്ങളെല്ലാവരും, നമ്മളെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കുട്ടികളൊക്കെ വട്ടം കൂടി നിന്ന് ആ ദമ്മ് പൊട്ടിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. എന്നിട്ട് അതിൽ നിന്ന് ബിരിയാണി അവർ കോരിയിട്ട് നമ്മൾ ഓരോരുത്തർക്കും സെർവ് ചെയ്ത് തരുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. എൻ്റെ ഓർമ്മയിലേക്ക് അതൊക്കെയാണ് ഇപ്പോൾ ഓടി വരുന്നത്. ആ ബിരിയാണിയുടെ ചോറും ആ ഇറച്ചിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു സലാഡും പപ്പടമൊക്കെ കൂട്ടി കഴിച്ച് അവസാനം അവരൊരു പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം തരും. അതൊക്കെ കഴിച്ച് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടാ. ഇന്ന് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഓർമ്മകളാണ് ഇതെല്ലാം. നമ്മൾ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന ഓർമ്മകളൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, നമ്മളൊരു സുഖം തരുന്നു. ആ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് അയവിറക്കാൻ കിട്ടിയ സന്തോഷം. പണ്ടൊക്കെ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് കോഴിമുട്ടയും പൈനാപ്പിളും എല്ലാം നമുക്ക് കിട്ടിയായിരുന്നു. ഇപ്പോൾ നമുക്ക് കോഴിമുട്ടയും കിട്ടുന്നില്ല, പൈനാപ്പിളും കിട്ടുന്നില്ല. ഞാനുണ്ടാക്കുന്ന ബിരിയാണി എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് എൻ്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഇളയ മകളാണ്. അപ്പോൾ ഞാൻ അവളാണ് അത് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ലോങ് വീഡിയോ അതിൻ്റെ ലിങ്ക് ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.